സ്വാഗതം സ്പെഷ്യൽസിലേക്ക്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ കൊട്ടിക്കലാശത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഏറ്റവും അവസാന ലാപ്പിൽ വ്യാജ വോട്ടാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും സുപ്രധാനമായ ചൂടേറിയ രാഷ്ട്രീയ ചർച്ചാ വിഷയം. മുന്നണികളും പാർട്ടികളും പരസ്പരം വ്യാജ വോട്ട് ചേർത്തു എന്നാരോപിക്കുന്നു. ഒരു സ്ഥാനാർത്ഥിക്കെതിരെ UDF പ്രതിപക്ഷ നേതാവ് തന്നെ വ്യാജ വോട്ട് ആരോപണം ഉന്നയിക്കുന്നു. മറിച്ചും തിരിച്ചുമെല്ലാം വ്യാജ വോട്ട് ആരോപണങ്ങളാണ് ഈ അവസാന ലാപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചർച്ചാ വിഷയം. എന്നോടൊപ്പം ഇന്ന് അതിഥികളായി CPM വക്താവ് അഡ്വക്കേറ്റ് അനിൽകുമാർ, കോൺഗ്രസ് വക്താവ് PM നിയാസ്, വനിതാ നിരീക്ഷകൻ മിഥുൻ വിജയകുമാർ എന്നിവരുണ്ട്. ആദ്യം അനിൽകുമാറിലേക്ക്. അനിൽകുമാർ, ഈ മൂന്ന് മുന്നണികൾ ശക്തമായ മത്സരത്തിലാണ്. ത്രികോണ മത്സരം എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ വ്യാജ വോട്ട് ചേർത്താൽ മാത്രമേ വിജയിക്കൂ എന്ന സ്ഥിതിയിലേക്ക് പാർട്ടികൾ എത്തിയോ? പാർട്ടികൾ എത്തിയിട്ടില്ല. എത്തിയത് UDF മാത്രമാണ്. BJPയുടെ ഭാഗത്തു നിന്നും അതിൻ്റെ കുറേ ശ്രമങ്ങളുണ്ടായിട്ട്, പക്ഷെ BJPയിൽ കടുത്ത തമ്മിലടി ആയതുകൊണ്ട് കാര്യമായ ഒരു പ്രവർത്തനം BJPക്ക് ആ മേഖലയിൽ നടത്താനായിട്ടില്ല. വ്യാജന്റെ കാര്യത്തിൽ വളരെ വളരെ വൈദഗ്ധ്യമുള്ളൊരു സ്ഥാനാർത്ഥിയാണ് ഇവിടെ മത്സരിപ്പിക്കുന്നത്. വ്യാജ തിരിച്ചറിയൽ കാർഡുണ്ടാക്കി സ്വന്തം പാർട്ടിയിലെ നേതാക്കളെ പരാജയപ്പെടുത്താൻ തങ്ങളുടെ അഖിലേന്ത്യാ നേതൃത്വം ഉണ്ടാക്കിയൊരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അട്ടിമറിക്കാൻ, അതിന്റെ ഭാഗമായി ക്രിമിനൽ കേസിൽ പ്രതികളായവർ നേതൃത്വം കൊടുക്കുന്ന അതിന്റെ ഭാഗമായി പ്രവർത്തിച്ചൊരു വ്യക്തി സ്ഥാനാർത്ഥിയായി കഴിയുമ്പോൾ വ്യാജ തിരിച്ചറിയൽ കാർഡും വ്യാജ മദ്യവും അതുപോലെ പൂത്ത ബ്രെഡും ഒക്കെ തന്നെ തെരഞ്ഞെടുപ്പ് വിഷയമാകും. അതോടൊപ്പമാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വ്യാജ വോട്ടറെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ബഹുമാനപ്പെട്ട VD സതീശൻ ഉന്നയിക്കുന്ന ആക്ഷേപം എന്ന് പറയുന്നത് CPM അറിയാതെയാണോ ഇങ്ങനെ ചേരുന്നത്? CPMന്റെ ജനപ്രതിനിധികൾ എന്തു ചെയ്യുകയായിരുന്നു? ഞാനിപ്പോൾ ഇരിക്കുന്ന കണ്ണാടി പഞ്ചായത്തിലാണ്. കണ്ണാടി പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ ഒരു വോട്ട് ഞാൻ പറയാം. ആ വോട്ട് ഒരു നേപ്പാളി സ്വദേശിയുടേതാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടു നമ്പർ വോട്ടർ പട്ടികയിലില്ല. നേപ്പാളിലെ അദ്ദേഹത്തിൻ്റെ വീട്ടുപേർ വോട്ടർ പട്ടികയിലുണ്ട്. ഞാൻ BLOയെ കണ്ട് ചോദിച്ചു, ആ ആളെ ഒന്ന് കണ്ടെത്താൻ പറ്റുമോ? BLOയ്ക്ക് അറിയില്ല. വേറൊരു ഉദാഹരണം പറയാം. പാലക്കാട് നഗരസഭയിലെ 21/831 ഈ വോട്ടെങ്ങനെയാണ് കണ്ണാടി പഞ്ചായത്തിൽ വോട്ടാകുന്നത്? അങ്ങനത്തെ വീട് കണ്ണാടി പഞ്ചായത്തിലുണ്ടോ? ഒരു ഉദാഹരണമാണ് പറയുന്നത്. കണ്ണാടി പഞ്ചായത്തിൽ അങ്ങനത്തെ വീടില്ല. അപ്പോൾ കണ്ണാടി പഞ്ചായത്തിലെ ഒരു വോട്ടർ പട്ടികയിൽ എങ്ങനെയാണ് ആ വീട് വരുന്നത്? മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. അത് മറ്റൊന്നുമല്ല, തൊട്ടടുത്തുള്ള കൊതുമ്പെന്ന് പറയുന്ന പഞ്ചായത്തിനകത്ത് അവിടെ മലമ്പുഴ നിയോജകമണ്ഡലത്തിൽ വോട്ട് ചെയ്യുന്ന ആളുകൾ, അവരെയാണ് കൂട്ടമായി തൊട്ടിപ്പുറത്തുള്ള ബൂത്തിലേക്ക് 178, 179 ബൂത്തുകളിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അത് കൊണ്ടെത്തിച്ച ആളുകളാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അതിലൊരു പഞ്ചായത്ത് മെമ്പറുണ്ട്, അദ്ദേഹത്തിൻ്റെ സഹോദരനുണ്ട്. ഇവരൊക്കെ തന്നെ ക്യാൻവാസ് ചെയ്ത് ഒരു കുഴപ്പമില്ല, 2 വോട്ട് ചെയ്യാം, നിങ്ങളുടെ വിരലിലെ മഷി ഞങ്ങൾ മായ്ച്ചു കളയാം തുടങ്ങിയ തരത്തിൽ ഞങ്ങൾ എണ്ണിയെടുത്തിരിക്കുകയാണ്. അല്ല, അതിൽ പ്രധാനപ്പെട്ട നിങ്ങൾ ആരോപണം ആർക്കെതിരെയാണ്? കോൺഗ്രസ് ആണോ ചെയ്യുന്നത്? BJP ആണ്? അല്ല, ഇക്കാര്യത്തിൽ BJPയുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും BJPയുടെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ വന്നിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ രീതി എന്താണ്? കോൺഗ്രസ് ഇത് കൃഷിയാക്കി മാറ്റി. അതിന്റെ ഭാഗമായി മണ്ഡലത്തിലെമ്പാടും വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടായിട്ടുണ്ട്, വ്യാജ വോട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഇപ്രകാരം നിർമ്മിക്കപ്പെട്ട വ്യാജ വോട്ടുകളുടെ പട്ടിക എടുത്തു. ഞങ്ങൾ BLOമാരെ ക്വസ്റ്റ്യൻ ചെയ്തു. ക്വസ്റ്റ്യൻ ചെയ്യാന്ന് വെച്ചാൽ നിയമപരമായി ചോദിച്ചു. ഒരു BLO എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയാം. ഞാൻ വ്യക്തമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിട്ടില്ല. ഇവിടെ കോൺഗ്രസ്സുകാർ പറയുന്ന BLOമാരാരാണ്? ഭരിക്കുന്ന കേരള സർക്കാരല്ലേ. BLO റെക്കമെൻഡ് ചെയ്തിട്ടില്ല. താലൂക്ക് ഓഫീസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൊതു നിർദ്ദേശം കൊടുത്തു. ഇലക്ഷൻ കാലത്ത് അപേക്ഷിക്കുന്ന എല്ലാവർക്കും കാർഡ് കൊടുത്തേക്കുക, തർക്കം ഉണ്ടാക്കണ്ട, റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് കേസ് വരും, ആരോ പറഞ്ഞു കൊടുത്തു. ഇതിൻ്റെ ഭാഗമായി BLOമാർ ശുപാർശ ചെയ്യാത്ത നിരവധി കേസുകളിൽ അവർക്ക് വോട്ട് ലഭ്യമാക്കി കൊടുത്തു എന്ന് ഞാൻ ഈ ചാനൽ ചർച്ചയിൽ കൃത്യമായിട്ട് തെളിവ് സഹിതം പറയാൻ തയ്യാറാണ്. എന്നോട് BLO സംസാരിച്ചാണ്. ഈ BLOമാരൊക്കെ രാഷ്ട്രീയ സ്വാധീനത്താൽ ഇങ്ങനെ ചെയ്യുന്നതാണ് നിങ്ങൾ കരുതുന്നത്? BLO എതിർത്തു. ഇവിടെ വീടില്ലാത്തതുകൊണ്ട് വോട്ട് തരാൻ ഉദ്ദേശിക്കുന്നില്ല, പറ്റില്ല എന്ന് പറഞ്ഞു. ഇവിടെ റെസിഡൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു. അത് പറയുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവാണ്. പക്ഷെ അദ്ദേഹം മനസ്സിലാക്കേണ്ട കാര്യം, 2018 ഇവിടെ വീട് വാങ്ങിച്ചൊരാൾ, വീടിന് കര അടയ്ക്കുന്ന ഒരാൾ, അതാണ് പാലക്കാട്ടെ സ്ഥാനാർത്ഥി. അവരുടെ സ്ഥാനാർത്ഥി പത്തനംതിട്ടയിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഒരു ലേശം സമയം കിട്ടിയിരുന്നെങ്കിൽ പത്തനംതിട്ടക്കാരൻ പാലക്കാട്ട് വ്യാജ വോട്ട് ചേർത്തേനെ. അദ്ദേഹത്തിന് അല്പസമയക്കുറവുണ്ടായിരുന്നു, വേറെ തിരക്കിലായിപ്പോയി. CPM ഒരു പരിശോധനയിൽ BJP ആണോ കോൺഗ്രസ് ആണോ ഈ വ്യാജ വോട്ടുകൾ കൂടുതൽ ചേർത്തിട്ടത്?
വ്യാജ വോട്ടുകളെ സംബന്ധിച്ച് ഞങ്ങളിപ്പോൾ കണ്ടെത്തിയത് പ്രധാനമായും കോൺഗ്രസ്സാണ്. BJP 3-ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതുകൊണ്ട് ഞങ്ങളിപ്പോൾ ശക്തമായ പോരാട്ടത്തിൽ UDF-മായിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായും UDF-മായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ UDF-മായിട്ടുള്ള ആ പോരാട്ടത്തിനകത്ത് ഞങ്ങളുടെ ഉന്നം പ്രധാനമായി UDF-ആണ്. BJP എന്ന് പറയുന്ന രംഗത്തില്ല. BJP-യിൽ തമ്മിലടിയാണ്. BJP എല്ലാ കാലവും പറയുന്നത് മൂത്താന്തരം ഞങ്ങളുടെ കയ്യിലാണ് എന്നാണ്. അവിടെ അവർക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ BJP വളരെ 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 പിന്നോക്കം തള്ളപ്പെട്ടിരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഞങ്ങളിപ്പോൾ പരിശോധനയിൽ കണ്ടെത്തിയത് UDF-ന്റെ നിലയാണ്. ഈ പറയുന്ന വ്യാജ വോട്ടുകൾ ധാരാളം വന്നിട്ടുള്ളത്. ഒരു വോട്ടും ചെയ്യാൻ അനുവദിക്കാത്ത വിധം പോരാട്ടമുണ്ടാകും. ശരി, അഡ്വക്കേറ്റ് PM നിയാസ്, തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ വ്യാപകമായി വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നായിരുന്നു നിങ്ങളുടെ ഒരു വാദം. TN പ്രതാപൻ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ ആ വാദം ഉന്നയിച്ചിരുന്നു. ആ വാദം ഉന്നയിച്ച മാത്രം 50,000-ഓളം വോട്ടുകളാണ് മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് തൃശ്ശൂരിൽ ചേർത്തിട്ടുള്ളത് എന്നായിരുന്നു TN പ്രതാപന്റെ ആരോപണം. ഇവിടെ പ്രതിപക്ഷ നേതാവിനെ സമ്മതിക്കുന്നു, ഞങ്ങൾ നിയമപരമായി 5,000 വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്ന്. 5,000 വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്ന് പറയുന്നു. നിങ്ങൾ ചേർത്ത വോട്ടുകളെല്ലാം മിക്കതും വ്യാജമാണെന്ന് CPM ആരോപിക്കുന്നു. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിയട്ടെ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പരിശോധിക്കാം, അങ്ങനെയല്ലേ പറ്റൂ എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിക്കുന്നത്. അപ്പോൾ ഈ ആരോപണത്തിന് പിന്നിൽ എന്താണ്? അജിംസെ, ഇത് വളരെ കൃത്യമാണ്. ഇപ്പോൾ 3 തെരഞ്ഞെടുപ്പുകളിൽ 2 എണ്ണം പോളിംഗ് കഴിഞ്ഞു. അവസാനത്തെ 3-ാമത്തെ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് മാത്രമാണ് ഒരാഴ്ച നീട്ടിവെച്ച് 20-ാം തീയതി വെച്ചിരിക്കുന്നത്. ഈ അനിൽകുമാർ കേരളത്തിൽ തന്നെയല്ലേ ഉണ്ടായിരുന്നത്? അദ്ദേഹം ഉഗാണ്ടയിലൊന്നും പോയി വന്നതല്ലല്ലോ. കഴിഞ്ഞ ഇത്രയും ദിവസമായി അദ്ദേഹത്തിന് എന്താ മുണ്ടാട്ടം ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പോൾ ഞങ്ങൾ നേരത്തെ ഉന്നയിച്ച ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ 2021-ൽ 2,60,000 വോട്ടുകൾ ഇതുപോലെ ഈ ഡബിൾ വോട്ടുകളും ഇരട്ട വോട്ടുകളും വ്യാജ വോട്ടുകളും കേരളത്തിലെ നിയമസഭയിലെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ചു എന്ന് ഞങ്ങൾ രേഖാമൂലം കൊടുത്തതാണ്. സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും കോടതിയിൽ ഞങ്ങൾ കൊടുത്തു. അപ്പോൾ അവിടെ കോടതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സർക്കാരും പറഞ്ഞത് വെറും 36,000 വോട്ട് മാത്രമാണുള്ളത്, ബാക്കിയെല്ലാം ശരിയായ വോട്ടാണെന്നാണ്. അങ്ങനെ പറഞ്ഞ ആളുകളാണ് ഇപ്പം പറയുന്നത് ഇവിടെ എല്ലാം വ്യാജമായി വോട്ടുകൊണ്ട്. ഞാനൊരൊറ്റ കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ തൊട്ട് മുമ്പ് കെ മുരളീധരൻ്റെ വാക്കുകൾ ഇവിടെ കേട്ടല്ലോ. 56,000 വോട്ടുകൾ വോട്ട് ചെയ്യാൻ തൃശ്ശൂരിൽ സാഹചര്യം ഒരുക്കിയത് ആരാണ്? ഇപ്പോൾ അനിൽകുമാർ കൈയൊഴിയാണ്. BLOമാർക്ക് ഒരു റോഡുമില്ല എന്ന്. ഞാൻ ചേലക്കര മണ്ഡലത്തിലെ ചുമതലയുടെ ഒരാളാണ്. ചേലക്കരയിൽ ഞങ്ങൾ 3 മാസത്തെ പ്രവർത്തനത്തിനിടയിൽ ഞങ്ങൾ അവിടെ നേരിട്ടത് BLOമാർ എന്ന് പറയുന്ന CPM-ന്റെ ഒരു പറ്റം ആളുകളുടെ ക്രൂരമായ ഇടപെടലുകളെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത്. ഞങ്ങൾ ചെയ്യുന്ന വോട്ടുകൾ, ഞങ്ങൾ ആവശ്യപ്പെടുന്ന രജിസ്റ്റർ ചെയ്യുന്ന വോട്ടുകളിലൊന്നും BLMമാർ റിപ്പോർട്ട് കൊടുക്കുന്നില്ല. ഞങ്ങൾ നിരവധി തവണ ഇലക്ഷൻ കമ്മീഷനെയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെയും നേരിൽ കൊണ്ട് പരാതി രേഖാമൂലം കൊടുത്തതിന് ശേഷമാണ് അല്പമെങ്കിലും ഒന്ന് കനിഞ്ഞത്. അപ്പോൾ CPMകാരൻ 10 വോട്ട് കൊടുത്താൽ 10 എണ്ണവും മിനിറ്റുകൾക്കുള്ളിൽ റിപ്പോർട്ട് കൊടുക്കുകയും UDFകാരൻ കൊടുക്കുന്ന വോട്ടുകൾ ദിവസങ്ങളോളം പിടിച്ചു വയ്ക്കുകയും ചെയ്യുന്ന നിലപാട് ഞാൻ നേരിട്ട് ചേലക്കരയിൽ കണ്ടതാണ്. ഞങ്ങളവിടെ 10,000 വോട്ടുകളും ചേലക്കരയിൽ ചേർത്തി. 6,600 എണ്ണം ഞങ്ങൾക്ക് വന്നു. ഞങ്ങൾക്ക് 1000 വോട്ട് വരാത്തതുകൊണ്ട്. പക്ഷേ അതേ അവസരത്തിൽ CPM-ന്റെ എല്ലാ വോട്ടുകളും വന്നു. ഇപ്പോൾ BLAമാർ വോട്ടുകളുടെ ആവശ്യമില്ല. ആരോടാണ് ഈ അനിൽകുമാർ ഇങ്ങനെ കള്ളം പറയുന്നത്? അനിൽകുമാർ നാവെടുക്കുന്നത് തന്നെ ഉപയോഗിക്കുന്നത് തന്നെ കള്ളം പറയാനാണെന്ന് എതിരാളികൾ പറയാനുണ്ട്. എനിക്കത് അഭിപ്രായമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം അനിൽകുമാറെ കണ്ണാടി നോക്കി പറയണം. ഇവിടെ BLOമാരുടെ റിപ്പോർട്ടില്ലാതെ കേരളത്തിൽ നല്ല ഇന്ത്യയിൽ ഒരു വോട്ടും എഡീഷനായി ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഇരട്ട വോട്ടുകൾ വരുന്നത് എങ്ങനെയാണ്? മറ്റ് സ്ഥലങ്ങളിൽ തൃശ്ശൂരിൽ നമ്മൾ കണ്ടത് അങ്ങനെയാണ്. അയ്യന്തോളിൽ 36-ാം ബൂത്തിൽ 100 കണക്കിന് വോട്ടുകൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെന്ന് ഒബ്ജക്റ്റ് ചെയ്ത് പ്രശ്നമുണ്ടാക്കി വോട്ട് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ പരിശോധിച്ചപ്പോഴാണ് ഞങ്ങൾ ഈ 56,000-ൻ്റെ കണക്കുകൾ കണ്ടെത്തിയത്. ഇവിടെ കഴിഞ്ഞ ചേലക്കരയിൽ പോലും താങ്കളുടെ പാർട്ടി ചേർത്തിയല്ലോ 1,600 വോട്ട് ചേർത്തതിൽ 800 വോട്ടും അത് പട്ടാമ്പിയിലും ഒറ്റപ്പാലത്തും അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ആളുകളെ അവരുടെ കുടുംബക്കാരുടെ പേര് പറഞ്ഞ് CPM-ന്റെ പാർട്ടി ഓഫീസിൻ്റെ പേര് പറഞ്ഞ് ചേർത്തതിനെക്കുറിച്ച് ഞങ്ങൾ പരാതി പറഞ്ഞപ്പോൾ BLMമാരുടെ റിപ്പോർട്ട് എന്തായിരുന്നു? അവരവിടെ സ്ഥിരതാമസക്കാരാണ് എന്ന്. അപ്പോൾ നിങ്ങൾ കാലാകാലങ്ങളിൽ നിങ്ങളും BJPക്കാരും കൂടി കാലാകാലങ്ങളിൽ ചെയ്യുന്ന തീരുമാനം ഇപ്പോൾ പുറത്തു പറയുന്നു. എന്തിനാ? നിങ്ങളെന്താ ഉറങ്ങുകയായിരുന്നോ പാലക്കാട്? നിങ്ങൾക്കിതൊന്നും ചെയ്യാൻ ഓർമ്മയില്ലായിരുന്നോ? BLMമാർ നിങ്ങളെ വരുതിയിൽ നിന്നില്ലെങ്കിൽ കോടതിയിൽ പോകാമായിരുന്നല്ലോ. കേരളത്തിൽ ആരാ ഭരിക്കുന്നത്? UDF ആണോ ഭരിക്കുന്നത്? BJP ആണോ ഭരിക്കുന്നത്? നിങ്ങൾ ഭരിക്കുന്ന ഞങ്ങളുടെ ഒരു കാര്യം പറയാം, 177 ബൂത്താണ് ചേലക്കരയിലുള്ളത്. ഒരു ബൂത്ത് പോലും BLMമാർ UDF-ന്റെ പെട്ട ഒരാളെ പോലും വെക്കാതെ വളരെ തന്ത്രപൂർവ്വം എല്ലാം LDF-ൻ്റെയും CPM-ൻ്റെയും ആളുകളെ തിരികെ കയറ്റിയ അനിൽകുമാറിൻ്റെ വർത്തമാനമാണ് ഇവിടെ കേൾക്കുന്നത്. ഒരു കാര്യം എനിക്ക് അജ്ഞീസ് എനിക്ക് പറയാതിരിക്കാൻ വയ്യ.
ഇത് തെരഞ്ഞെടുപ്പിൽ വിഷയങ്ങൾ മാറ്റുവാൻ വേണ്ടി ഇവർ കാണിക്കുന്ന വെപ്രാളങ്ങളാണ്. ഇവരിപ്പോൾ 3-ാം സ്ഥാനത്ത് നിന്ന് 4-ാം സ്ഥാനത്തേക്ക് പോകുന്ന പേടിയിൽ നിൽക്കുന്ന ഒരു സംവിധാനത്തിൽ ഇവർക്കിതെല്ലാം മറക്കണം. ഇ.പി. ജയരാജൻ്റെ വാർത്തകളും അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മറക്കണം, നവീൻ ബാബുവിനെ മറക്കണം, സിദ്ധാർത്ഥനെ മറക്കണം. ഇവിടെ കേരളത്തിലെ കേന്ദ്രത്തിൽ നിന്നും നേടിയെടുക്കാൻ കഴിയാത്തത് മറക്കണം. അഭ്യാസമാണിത്. അവർ 3-ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. മത്സരം നിങ്ങൾ തമ്മിലാണ്. നോക്കൂ, നിങ്ങൾ പ്രധാന എതിരാളിയായി കാണുന്ന BJP-യുമായിട്ടല്ല മത്സരം. യഥാർത്ഥത്തിൽ LDF UDF തമ്മിലാണ് മത്സരം എന്നാണ് CPM ആവർത്തിച്ച് പറയുന്നത്. BJP-യെ തമ്മിലടി മൂലം അവർ 3-ാം സ്ഥാനത്തേക്ക് പോകുന്നു. ആ സെനാരിയോ നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണോ? രാജീവ്, ഈ മൂക്ക് താഴെട്ടുള്ള ആരെങ്കിലും ഇത് വിശ്വസിക്കൂ? ഈ പാലക്കാട് ഉണ്ടായത് അന്ന് മുതൽ ഉള്ള കണക്കുകൾ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. 2016 CPM 38,000 വോട്ടാണ് 2016. 2020 36,000 വോട്ടാണ്. അന്ന് UDF-ന്റെ വോട്ട് 54,000-ആണ്. 2020 ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പിൽ അവർക്ക് 34,640, UDF-ന് 52,779, BJP-ക്ക് 43,000 വോട്ടുമാണ് കിട്ടിയത്. ഇത് മാത്രമല്ല, ആ പാലക്കാട് ഉണ്ടായതിനു ശേഷം 2 തവണ ഒഴിച്ച് അവിടെ എല്ലാം UDF-ന്റെ ഭരണമാണ്. സുന്ദരസ്വാമി മുതലുള്ള കണക്ക് ഞാൻ വായിക്കാം. എനിക്കൊരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട അനിൽകുമാറിനോട് എനിക്ക് പറയാനുള്ളത്, അനിൽകുമാറാണ് ഞങ്ങൾ എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ഞങ്ങളെ രക്ഷിച്ചത്. അങ്ങ് തന്നെ ഇത്തെരഞ്ഞെടുപ്പിലും ഞങ്ങളെ രക്ഷിക്കണം. കാരണം അങ്ങാണ് ഞങ്ങളുടെ പുതുപ്പള്ളിയിൽ അങ്ങയുടെ വാക്കുകളാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പ് വിജയം ഇത്രയും വലിയ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് തൃക്കാക്കരയിലും. അങ്ങ് ഇത്തവണയും ഈ പാലക്കാട് 3-ാം സ്ഥാനത്ത് തന്നെ CPM-നെ പിടിച്ചു നിർത്താൻ അങ്ങേ ഇറങ്ങിയത് ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ്. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞങ്ങൾക്കിവിടെ രാഷ്ട്രീയമാണ് ഞങ്ങൾ ഇത്രയും ദിവസം പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ രാഷ്ട്രീയം പറയുന്നത്? രാഷ്ട്രീയം പറയാൻ ഞങ്ങൾക്കുള്ളത് കൊണ്ട് CPM-ന്റെ കെടുകാര്യസ്ഥത, CPM-ന്റെ അഹങ്കാരം, അധിക പ്രസംഗം, അഴിമതി, മകൾക്ക് വേണ്ടി ഒരു അച്ഛൻ നടത്തുന്ന അഴിമതിയുടെ കഥകൾ ഞങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾക്ക് പറയാനുണ്ട്. ഇവിടെ ഭരിക്കാൻ കഴിയാത്തവർ, കേന്ദ്രത്തിൽ നിന്ന് ഒന്നും വാങ്ങിയെടുക്കാൻ കഴിയാത്തവർ ഇന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ബോധ്യപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ അവയെല്ലാം മറയ്ക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം EP-യെ കൊണ്ടുവന്നു. EP-യുടെ പുസ്തകം നിങ്ങൾ തന്നെ പുറത്തിറക്കുന്നു. എന്നിട്ട് EP-യുടെ വിഷയം പുറത്തിറക്കുന്നു. ഇപ്പോൾ EP വിഷയം കൊണ്ടും രക്ഷപ്പെടാൻ പറ്റില്ലാത്തതുകൊണ്ട് പുതിയ കഥയുമായി കടന്നു വന്നിരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം അജിംസിനോട് തീർത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അനിൽകുമാർ പറയുന്നു BJP അല്ല ഞങ്ങളുടെ എതിരാളി, UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരമെന്ന് അനിൽകുമാർ ആവർത്തിച്ചു പറയുന്നു. നോക്കൂ, ഈ വയനാട് ദുരന്തത്തിന് ശേഷം കേന്ദ്രം അത് ഒരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തതിനെതിരെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേപോലെ ശബ്ദമുയർത്തുകയാണ്. പാലക്കാട്ട് അതൊരു വിഷയമാണോ? എങ്കിൽ ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് നിങ്ങൾ BJP-ക്കെതിരെ രാഷ്ട്രീയമായ പോരാട്ടം നടത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇനിയുള്ള സമയത്തെങ്കിലും. പക്ഷേ ഇവിടെ പറയുന്നത് പിണറായി വിജയനെതിരായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം. യഥാർത്ഥത്തിൽ BJP-യാണ് നിങ്ങളുടെ ശത്രുവെങ്കിൽ നിങ്ങൾ പ്രധാനമായും ഉന്നയിക്കേണ്ടത് മോദി സർക്കാരിനെതിരെയുള്ള ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയുള്ള പോരാട്ടമല്ല ഇവിടെ പറയേണ്ടത്. അജിംസെ, ഞങ്ങൾ വയനാട് സംഭവം ഉണ്ടായ അന്ന് തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധി ഇക്കാര്യം ഉന്നയിച്ചതാണ്. നമ്മുടെ ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ നേരിട്ട് അത് പ്രധാനമന്ത്രിയെയും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രികളെയും കണ്ട് ഇക്കാര്യത്തിൽ ആവശ്യം ഉന്നയിച്ചതാണ്. ഇന്നേ ദിവസം പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ അവിടുത്തെ സ്ഥാനാർത്ഥിയായ പ്രിയങ്ക ഗാന്ധിയും ഇക്കാര്യത്തിൽ ഉന്നയിച്ച വാക്കുകൾ ഞങ്ങൾ കേൾക്കാം. കേരളത്തിലെ ഗവൺമെൻറ് എന്താ ചെയ്തത്? ഇല്ലാത്ത കണക്കുകൾ ഉണ്ടാക്കി, ആളുകൾക്ക് വിശ്വസനീയമല്ലാത്ത കള്ളക്കണക്കുകൾ ഉണ്ടാക്കി പണം തട്ടിയെടുക്കാനുള്ള ശ്രമം നടത്തിയതിൻ്റെ പേരിൽ കൂടി ഇവിടെ കേന്ദ്രത്തിന് ഇടപെടാൻ സാധിച്ചു, കേന്ദ്രത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചു. ഞങ്ങൾ ആ കണക്കുകളും തെറ്റാണെന്ന് ഞങ്ങൾ പറയുന്നു. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാത്തത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഈ അനിൽകുമാറിൻ്റെ പാർട്ടി കേരളത്തിലല്ലേ ഉള്ളൂ? ആ ഇന്ത്യയിൽ മുഴുവനും ഞങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഒപ്പമാണല്ലോ. ഞങ്ങൾ പറയുന്നു ആന്ധ്രയിൽ കൊടുക്കാം, ഗുജറാത്തിൽ കൊടുക്കാം, ഒറീസയിൽ കൊടുക്കാം. എന്തുകൊണ്ട് കേരളത്തിൽ കൊടുക്കാൻ കഴിയുന്നില്ല? ഞങ്ങൾക്ക് ഇന്ത്യ രാജ്യത്ത് അതിശക്തമായി BJP-ക്കെതിരായി പറയുന്നത്. ഞാൻ ഒരൊറ്റ കാര്യം അജിംസിനോട് ചോദിക്കണം, ഒരു കാര്യം. അജിംസെ, ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് നടന്നല്ലോ, ഇടതുപക്ഷമാണ് യഥാർത്ഥത്തിൽ BJP-ക്കെതിരായി മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞ് കേരളത്തിലെ മുഖ്യമന്ത്രി ഈ CPM മത്സരിക്കുന്ന രാജസ്ഥാനിലെങ്കിലും എന്തിനേറെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബംഗാളിലെങ്കിലും ഒരു നിയോജകമണ്ഡലത്തിൽ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ ഒന്ന് പ്രസംഗിക്കാൻ, ഒരു തൂലിക ചലിപ്പിക്കാൻ, ഒരു നാവ് കൊണ്ട് ഒരു ഓൺലൈനിലെങ്കിലും പ്രചരണം നടത്താൻ തയ്യാറാകാതെ വിദേശത്തേക്ക് കുടുംബത്തെ സഹിതം പോയ കേരളത്തിലെ CPM-ന്റെ മുഖ്യമന്ത്രിയാണ് കേന്ദ്രത്തിലെ നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കാൻ മുന്നോട്ട് വരുന്നതെന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നു. ശ്രീ മിഥുൻ വിജയകുമാർ, ഇവിടെ BJP-ക്കെതിരെ ഇരു മുന്നണികളും
ഈ വ്യാജ വോട്ടിന്റെ കാര്യത്തിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അവർക്ക് അതിന് ഏറ്റവും മികച്ച ഉദാഹരണം BJP ജില്ലാ അധ്യക്ഷന്റെ ഇരട്ട വോട്ടാണ്. അദ്ദേഹത്തിന് മറ്റൊരു മണ്ഡലത്തിൽ വോട്ടുണ്ട്, ഇവിടെയും വോട്ടുണ്ട്. അതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് വോട്ട് നീക്കേണ്ടത്, ഞാൻ ഇങ്ങോട്ട് വോട്ട് മാറ്റിയതാണ്, പാർട്ടി ഓഫീസിലാണ് കഴിഞ്ഞ കുറെ നാളായിട്ട് താമസം, മുമ്പേ അവിടെ വോട്ട് ചേർത്തതാണ്, മറ്റു വോട്ട് നീക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തു, വോട്ട് നീക്കേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലേ എന്നാണ്. ഏറ്റവും വ്യക്തമായൊരു എക്സാമ്പിളാണ് CPM കോൺഗ്രസ് ഉന്നയിക്കുന്നത്. അപ്പൊ നിങ്ങളും വോട്ട് ചേർത്തിട്ടുണ്ടോ? ഈ BJP വോട്ട് ചേർത്തിട്ടുണ്ടാവോ? നോക്കൂ അജിംസെ, ഞാനിവിടെ CPM പ്രതിനിധി സംസാരിച്ചത് വെച്ചിട്ട് കോൺഗ്രസ് ആണ് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്തുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. BJPക്ക് വലിയ തോതിൽ പങ്കില്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം പോലും. പക്ഷെ താങ്കൾ പറഞ്ഞു രണ്ട് പാർട്ടികൾ ഉന്നയിക്കുന്നത്. ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥി പറഞ്ഞത് പ്രകാരം BJP അധ്യക്ഷന് അവിടെ വോട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷെ അദ്ദേഹം അവിടെ താമസിക്കുന്ന ആളാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അജിംസി മാരാർജി ഭവനിലൊക്കെ പോയി നോക്കുകയാണെങ്കിൽ അവിടെ പാർട്ടി പ്രസിഡന്റിന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഉള്ള സ്ഥലങ്ങളാണിത്. അപ്പൊ അവിടെ താമസിക്കുന്ന ഒരു വ്യക്തി അവിടുത്തെ അഡ്രസ്സ് കാണിച്ചുകൊണ്ട് വോട്ട് രേഖപ്പെടുത്തുന്ന പോലെ, മീൻസ് വോട്ടർ പട്ടികയിൽ സ്ഥാനം നേടുന്ന പോലെ അല്ല മറ്റൊരാള് 6 മാസം പോലും കംപ്ലീറ്റ് ചെയ്യാതെ അവിടെ വന്നിട്ട് വോട്ടർ പട്ടികയിൽ സ്ഥാനം പിടിക്കുന്നത്. ഇപ്പം CPMന്റെ സ്ഥാനാർത്ഥിയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ അതാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. കാരണം അദ്ദേഹം വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു വീട്ടിലാണ്, മീൻസ് അവിടെ അദ്ദേഹം താമസിക്കുന്ന പോലും ഇല്ല. അപ്പം വാടക വീട്ടില് ആ അഡ്രസ്സ് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ വോട്ടർ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് ചേർത്തിട്ടുള്ളത്. കാരണം അതിന്റെ വേറൊരു എക്സാമ്പിൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഈ 2024 പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ 6 മാസം പോലും ആയിട്ടില്ലല്ലോ. അപ്പൊ ആ സമയം കൊണ്ട് എങ്ങനെ ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹത്തിന് സാധിച്ചു? അപ്പൊ ഇത് ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ബ്രീച്ച് ആണ്. അതായത് ഇലക്ഷൻ കമ്മീഷന്റെ പ്രോട്ടോകോൾ ബ്രീച്ച് ഇത്രയും ഭംഗിയായി നടത്തിയിട്ടും BJPയെ കുറ്റം പറയുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ BJPയെ കരിവാരി തേക്കാൻ നോക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ BJPയുടെ ഭാഗത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കപ്പെടേണ്ട കാര്യമാണ്, അന്വേഷിക്കേണ്ട ആരാണ്. മാത്രമല്ല ഈ വോട്ടർ പട്ടികയിൽ എങ്ങനെയാണ് ഇങ്ങനെയുള്ള വോട്ടുകൾ വരുന്നത്? BLO അത് കൺഫേം ചെയ്യണ്ടേ? ഇത് നമുക്ക് നേരിട്ട് അങ്ങ് ചേർത്താൻ പറ്റുന്ന കാര്യമല്ലല്ലോ. ഇലക്ഷൻ കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടാവണ്ടേ അവിടെ എന്തുകൊണ്ട് ഈ കൺഫർമേഷൻ എങ്ങനെ നടക്കുന്നു? അപ്പൊ ഇതൊക്കെ അന്വേഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ ഇവിടെ സംസാരിക്കുന്ന ഈ രണ്ട് പാനലിസ്റ്റുകളും അവര് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ സഖ്യമെന്ന വാക്കിനോടെങ്കിലും കുറച്ചൊരു മര്യാദ പറഞ്ഞത് ഈ മാരാർജി ഭവനിലും അതുപോലെ പാർട്ടി ഓഫീസുകളിലും, മിഥുൻ, ഈ പാർട്ടി ഓഫീസുകളിൽ താമസിക്കുന്ന നേതാക്കൾ അവിടെ താമസിച്ചുകൊണ്ട് വോട്ട് അങ്ങനെ ചേർക്കാറുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ BJPയെ സംബന്ധിച്ച് BJPയുടെ പാർട്ടി അധ്യക്ഷന്മാർ, ജില്ലാ അധ്യക്ഷന്മാരാവട്ടെ സംസ്ഥാന അധ്യക്ഷന്മാരാവട്ടെ എപ്പോഴാണ് മാറുക എന്ന് പറയാൻ കഴിയില്ല. ഒരു നിർണിത കാലയളവിൽ തെരഞ്ഞെടുപ്പിലൂടെയല്ല അവർ വരുന്നത്, ദേശീയ നേതൃത്വമാണ് അവരെയൊക്കെ തീരുമാനിക്കുന്നത്. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് ഒരു സ്ഥിരതാമസക്കാരനായി പാർട്ടി ഓഫീസിൽ വരിക? ഒരു ഉദാഹരണം ചോദിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൗസിലാണ് താമസിക്കുന്നത്. അദ്ദേഹം വോട്ട് ചെയ്യുന്നത് ധർമ്മടത്താണ്, തിരുവനന്തപുരത്തല്ല. അല്ല, അദ്ദേഹത്തിന് വോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ BJPയുടെ ഈ പറയുന്ന പോലെ പാർട്ടി ജില്ലാ അധ്യക്ഷന് ആ ഒരു ഓപ്ഷൻ അവിടെ ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല കൺഫർമേഷന് ശേഷമല്ലേ അജിംസ ഇത് വോട്ട് ചേർക്കുന്നത്? ഈ കൺഫേം ചെയ്യുന്ന ആരാണ്? ഈ കൺഫേം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ എന്താണ്? ഇപ്പം ഞാൻ മനസ്സിലാക്കിയത് മാധ്യമങ്ങൾ വിളിച്ചിട്ട് പോലും BLO ഫോൺ എടുക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ്. കാരണം ആര് വിളിച്ചാലും BLO ഫോൺ എടുക്കുന്നില്ല. അപ്പം ആരുടെ ഭാഗത്താണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളതെന്ന് അന്വേഷിക്കേണ്ട വിഷയമല്ലേ? മാത്രമല്ല നിങ്ങൾ നോക്കൂ, ഈ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ കണ്ണാടി പഞ്ചായത്തിലെ കാര്യം പറയുന്നുണ്ട്. അത് കണ്ണാടി പഞ്ചായത്ത് ഭരിക്കുന്നത് ആരാണ്? CPM ആണ്. അപ്പം CPM ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ എന്തുകൊണ്ടാണ് ഒരു പഞ്ചായത്ത് ഭരണസമിതി ഇതൊന്നും വെരിഫൈ ചെയ്യാതെ? അതായത് ഈ ആളുകൾക്കൊക്കെ തന്നെ റെസിഡൻസ് സർട്ടിഫിക്കറ്റ് പോലും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം CPIM-ഉം കോൺഗ്രസും തമ്മിലുള്ള ഒരു ധാരണയിലാണോ ഈ കണ്ണാടി പഞ്ചായത്തും അതുപോലെ കണ്ണാടി പഞ്ചായത്തിലേക്ക് വന്നിട്ടുള്ള ആളുകളും ഈ ഒരു കാരണം കണ്ണാടി പഞ്ചായത്തിലേക്ക് ഇവരൊക്കെ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഈ ഒരു വോട്ടുകൾ കൊണ്ടുവന്നത് ഒരു കോൺഗ്രസിന്റെ മെമ്പർ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു വാർഡ് മെമ്പർ ലെവലുള്ള ഒരാളാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ധാരണയിൽ ഈ രണ്ട് പാർട്ടികളും പ്രവർത്തിച്ചുകൊണ്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്? അപ്പൊ ഇവിടെ വെറുതെ ഒരു എന്താ പറയുക, ഒരു ടാർഗറ്റഡ് അറ്റാക്കിന് വേണ്ടി മാത്രം BJPയുടെ പേര് കൊണ്ടുവരുന്നതിന് പകരം ഇത് എങ്ങനെ സംഭവിച്ചു, ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന കാര്യമാണ് ശരിക്കും അന്വേഷിക്കപ്പെടേണ്ടത്. മാത്രമല്ല നിയമസഭാ ഇലക്ഷന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് BJP തന്നെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു എന്താ പറയാ 1,60,000-ഓളം 1,60,000 വോട്ടുകൾ അതിന്റെ ഒരു എന്താ പറയുക ഒരു മാനിപ്പുലേറ്റിംഗ് പാറ്റേൺ അല്ലെങ്കിൽ ഒരു ഡബിൾ വോട്ടിംഗ് പാറ്റേൺ അതിൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ജില്ലാ കളക്ടർക്ക് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ആക്ഷൻ ഒന്നും ആയിട്ടില്ല. ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും വന്നിട്ട് പോലും ആക്ഷൻ ആവാതെ കിടക്കുന്ന കാര്യങ്ങൾ ആണ് ഈ പറയുന്ന പോലുള്ള വോട്ടിംഗ് മാനിപ്പുലേഷൻ അല്ലെങ്കിൽ ഡബിൾ വോട്ടിംഗ് പാറ്റേൺസ് ഒക്കെ തന്നെ. അപ്പം ഇത് അന്ന് ആ കംപ്ലൈന്റ് പോയ സമയത്ത് തന്നെ കലക്ടർ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ആക്ഷനും ജില്ലാ അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ഗ്രൗണ്ട് ലെവലുള്ള ഓഫീസേഴ്സ് ഇതിനെ വെരിഫൈ ചെയ്യുന്നില്ല. ഇതിന്റെയൊക്കെ പുറത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണിത്. അപ്പൊ ഇതിന്റെ യഥാർത്ഥ പ്രശ്നത്തെ മനസ്സിലാക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി തേച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഇവിടെ BJPയുടെ സ്ഥാനാർത്ഥി പറയുന്നു
അതായത് ഒരു വാർഡില് റേഷൻ കട നടത്തുന്ന ആൾക്ക് പോലും അയാളുടെ അതായത് അയാളുടെ പേര് വന്നിട്ടില്ല, അയാളുടെ കുടുംബത്തിന്റെ പേര് വന്നിട്ടില്ല. കാരണം ഇതൊരു BJP അനുഭാവിയാണ് എന്നൊരൊറ്റ കാരണം കൊണ്ട് അങ്ങനെ പേര് തള്ളപ്പെട്ട അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ ഇതൊക്കെ ആര് തീരുമാനിക്കുന്നു? വോട്ടർ പട്ടികയിൽ പേര് ചേർക്കപ്പെടുന്നില്ല, അതായത് പെർമനന്റ് റെസിഡൻസ് ഉള്ള ആളുകളുടെ പേര് ചേർക്കപ്പെടുന്നില്ല. അപ്പം ഇവിടെ കൺഫർമേഷൻ എങ്ങനെ നടക്കുന്നു? ഈ ഒരു കൺഫർമേഷൻ പ്രോസസ്സിനെ കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കേണ്ടത്. ഇത് ആരാണ് ചെയ്യുന്നത്? ഇതിൽ ഈ പറഞ്ഞ പോലെ BLOയുടെ ഒരു റോൾ എന്താണ്? അദ്ദേഹം ആരുമായിട്ട് അദ്ദേഹത്തിന്റെ എന്താ പറയുക പൊളിറ്റിക്സ് ആണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ സംസാരിക്കേണ്ട വിഷയം. അല്ലാതെ ഏത് പാർട്ടി ആരെ സ്വാധീനിക്കുന്നു അല്ലെങ്കിൽ ഇത് എങ്ങനെ നടക്കുന്നു എന്ന ഒരു ചോദ്യത്തിനേക്കാൾ ഉപരി ഈ ഒരു പ്രോസസ്സിനെ എന്തുകൊണ്ട് നമ്മൾ വിലയിരുത്തുന്നില്ല? ഈ ഒരു പ്രോസസ്സ് എങ്ങനെ നടക്കുന്നു, അവിടെ എങ്ങനെ ഇങ്ങനെയുള്ള വീഴ്ചകൾ ഉണ്ടാവുന്നു, അതല്ലേ ചോദ്യം ചെയ്യേണ്ടത്. ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും ഇതിൽ പ്രത്യേകിച്ച് action ഒന്നും ആയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJPക്ക് പുതിയ വോട്ടുകൾ ചേർക്കാൻ പറ്റിയിട്ടില്ല. BJPക്ക് പുതിയ വോട്ടുകൾ ചേർക്കാൻ പറ്റിയിട്ടില്ല. BJP വോട്ടർമാരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നീക്കം ചെയ്യപ്പെട്ടെന്ന് മിഥുൻ തന്നെ പറയുന്നു. അതിന് ഉദാഹരണമായി അതിന് കാരണമായി അനിൽകുമാർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം അത് BJPയുടെ തമ്മിലടിയാണ്. പുതിയ ആളുകൾ വോട്ടർ പട്ടികയിൽ ചേർക്കാനോ പേരില്ലാത്തവരെ അതിൽ ഉറപ്പിക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല. BJP 3ാം സ്ഥാനത്തേക്ക് പോകുന്നു എന്നാണ്. അല്ല, BJP 3ാം സ്ഥാനത്തേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പൊള്ളയായിട്ടുള്ള വാദമാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം 3 സ്ഥാനാർത്ഥികൾ എടുത്തു നോക്കിയാലും പാലക്കാടും ജില്ലയിൽ പ്രവർത്തിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി പരിചയമുള്ള, ഇത്രയും വർഷത്തെ പ്രവർത്തന പരിചയമുള്ള, ജനസ്വാധീനമുള്ള ഒരു നേതാവാണ് ശ്രീകൃഷ്ണകുമാർ. അപ്പം അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ ലീഡർഷിപ്പ് കേപ്പബിലിറ്റി ഈ 2 വ്യക്തികളെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ സരിൻ പാലക്കാട് പ്രവർത്തിച്ച അല്ലെങ്കിൽ ജനങ്ങളുടെ പിന്തുണയുള്ള നേതാവോ ഒന്നുമല്ല, പെട്ടെന്ന് കെട്ടിയിറക്കപ്പെട്ട ഒരു നേതാവാണ്. അതേപോലെ തന്നെയാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി. അപ്പൊ ഇങ്ങനെയുള്ള 2 സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കുന്ന കൃഷ്ണകുമാറിന് ഒരു പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി ഉള്ള ഒരു നേതാവാണ്. മലമ്പുഴ പോലുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹം VS അച്യുതാനന്ദനെതിരെ പോലും മത്സരിച്ച് 2ാം സ്ഥാനത്ത് വന്ന ആളാണ്. അപ്പം അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഈ ഒരു കേപ്പബിലിറ്റി ഒന്നും ചോദ്യം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ഈ മത്സരത്തിൽ കോൺഗ്രസിനാണെങ്കിലും CPM-നാണെങ്കിലും ഏറ്റവും വലിയ ഭീഷണിയായി നിൽക്കുന്നത് ഇപ്പം BJP തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഈ എന്താ പറയാ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് വെട്ടിമാറ്റുക, അല്ലെങ്കിൽ മറ്റ് ബൂത്തുകളിൽ നിന്ന് വേറൊരു ബൂത്തിലേക്ക് കൊണ്ടുവന്ന് ചേർക്കുക, മാത്രമല്ല BLOനെ സ്വാധീനിച്ചിട്ടുള്ള ഈ തരത്തിലുള്ള വോട്ടിംഗ് ചേർക്കലുള്ള മാനിപ്പുലേഷൻസ്, ഇതൊക്കെ വലിയ ഇഷ്യൂസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതിൽ അന്വേഷിക്കണം. മാത്രമല്ല ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയുടെ ഉത്തരവ് ഉണ്ടായിട്ട് പോലും ഞാൻ മടങ്ങി വരാം അതിഥികളിലേക്ക്. ഒരു ചെറിയ ഇടവേളയ്ക്ക് BJP 2ാം സ്ഥാനത്താണ് കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളിലായി തുടർച്ചയായി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും BJP വലിയ മുന്നേറ്റം വോട്ട് വർധന ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ 2ാം സ്ഥാനത്ത് തന്നെയാണ് പാലക്കാട് മണ്ഡലത്തിൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പാലക്കാട് മണ്ഡലത്തിലെ വോട്ട് പരിശോധിക്കുമ്പോൾ CPM നേതാക്കൾ പലപ്പോഴായി ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ പ്രചാരണ വേദിയാണ്. തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ രാഷ്ട്രീയം പറഞ്ഞ് ജനങ്ങളെ ഉദ്ബുദ്ധരാക്കുന്നു, ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നു എന്നാണ്. എങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് 3ാം സ്ഥാനത്താണ് കഴിഞ്ഞ തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്താണ് പാലക്കാട് മണ്ഡലത്തിൽ എന്നിരിക്കെ ഞങ്ങൾ തമ്മിലാണ്, LDFും UDFും തമ്മിലാണ് മത്സരം, BJP 3ാം സ്ഥാനത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു നരേറ്റീവ് സൃഷ്ടിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രധാനപ്പെട്ടൊരു കാരണം, BJPക്ക് ഈ പാലക്കാട് മത്സരിപ്പിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സ്ഥാനാർത്ഥി അവർ മത്സരിപ്പിച്ച് കഴിഞ്ഞു. കേരളത്തിൽ എല്ലാ മണ്ഡലത്തിലും ഈ സീതനെ മത്സരിപ്പിക്കാനാവില്ല. പക്ഷെ പാലക്കാട് പ്രത്യേകിച്ചും അതിൻ്റെ കോമ്പിനേഷൻ കറക്റ്റായിരുന്നു. താമരടയാളം അദ്ദേഹത്തിന് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഈ സീസൺ ചിലപ്പോൾ കടന്നു കൂടിയേനെ എന്നാണ് ഇപ്പോൾ പാലക്കാടിൻ്റെ മണ്ണിൽ പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ ഭയപ്പെടുന്നത്. പക്ഷേ BJPക്കാർക്ക് താമരയിൽ തന്നെ ജയിപ്പിക്കണമെന്ന വാശിയുണ്ടായിരുന്നു. അത് പാലക്കാട്ടെ ജനങ്ങൾ സമ്മതിച്ചില്ല. ഈ സീസണിൽ വ്യക്തിപരമായി വിദ്യാഭ്യാസമുള്ളയാളും ടെക്നോക്രാറ്റുമാണ്. പക്ഷേ BJPയുടെ താമരയാണ് എന്ന അപകടം കണ്ടപ്പോൾ മതനിരപേക്ഷ മനസ്സുകൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു പ്രതിരോധമുണ്ടാക്കി. പ്രതിരോധത്തിന് സിറ്റിംഗ് MLA ഉണ്ടായി. ഇന്ന് കോൺഗ്രസിൻ്റെ ക്യാമ്പിൽ സിറ്റിംഗ് MLA ഇല്ല. അപ്പോൾ ശൂന്യതയുണ്ടായി. കോൺഗ്രസിൻ്റെ നേതൃശൂന്യത പാലക്കാട്ടൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇവിടെയുള്ള പാലക്കാട്ടുകാരായ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം ഒഴിവാക്കിക്കൊണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നതോടുകൂടി പാലക്കാടിൻ്റെ മണ്ണിൻ്റെ മണമറിയുന്ന ഒരു നേതാവില്ലാത്ത ശൂന്യതയാണ് UDFനെ സംബന്ധിച്ചുള്ള പ്രശ്നം. BJPയെ സംബന്ധിച്ചുള്ള കാര്യം എന്താണ്? ഇതേവരെ പല തെരഞ്ഞെടുപ്പിൽ നിന്നിട്ടും ഒരു തെരഞ്ഞെടുപ്പിലും ജയിക്കാത്ത ഒരാൾ. അപ്പോൾ അത് വീണ്ടും അത് മത്സരിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ജയത്തിലേക്കല്ല എന്ന ബോധ്യം ജനങ്ങൾക്ക് വന്നിരിക്കുന്നു. ജയത്തിലേക്കല്ലെങ്കിലും ശ്രീ അനിൽകുമാർ, അവർ ഗ്രാജുവലി വോട്ട് ശതമാനവും വോട്ടും വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് കുറയുന്നില്ല വോട്ട് പാലക്കാട്. അവിടെ സംഭവിച്ചത് ആദ്യമായിട്ടാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത്. നിങ്ങൾ കേരളത്തിൻ്റെ ഉപതെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിക്കൂ. ബഹുമാനപ്പെട്ട O രാജഗോപാൽ നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും മത്സരിച്ചു.
ആ തെരഞ്ഞെടുപ്പുകളെ ഞാൻ മാറ്റിയെടുത്തുന്നു. കാരണം ഒ രാജഗോപാൽ എന്ന് പറയുന്നത് സുരേഷ് ഗോപിയെ പോലെ ഒരു നേതാവല്ല, അല്ലെങ്കിൽ മുരളീധരനെ പോലെ ഒരു നേതാവല്ല. കേരളത്തോട് അല്പമെങ്കിലും നീതി കാണിക്കാൻ മനസാക്ഷിയോടെ പ്രവർത്തിച്ച ഒരാളായിരിക്കാം. അദ്ദേഹത്തെ കേരളം അങ്ങനെ ഓർക്കുന്നുണ്ട്. അതൊഴിച്ച് ബി ജെ പിയുടെ ഏത് നേതാക്കന്മാർ മത്സരിച്ച ഏത് ഉപതെരഞ്ഞെടുപ്പിലാണ് ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിച്ചത്? നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ബി ജെ പിയുടെ പ്രസിഡന്റ് സി കെ പത്മനാഭൻ, അതിനുശേഷം ഇപ്പോൾ ഗോവ ഗവർണർ, അദ്ദേഹം ചെങ്ങന്നൂരിൽ പോയി മത്സരിച്ചു, ശ്രീധരൻപിള്ള, കെ സുരേന്ദ്രൻ. ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ബി ജെ പിയുടെ എല്ലാ സ്ഥാനാർത്ഥികളുടെയും വോട്ടുകൾ കുറഞ്ഞതാണ്. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും വരെ കണ്ടത്. ഞങ്ങൾ ആ ചരിത്രത്തെ ആവർത്തിച്ചുകൊണ്ട് പറയുന്നു, ഇതൊരു ഉപതെരഞ്ഞെടുപ്പാണ്. ദേശീയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ദേശവ്യാപകമായി മുസ്ലിങ്ങൾക്കെതിരായ തീവ്ര വികാരം ഉയർന്നു വരുമ്പോൾ വർഗീയ ധ്രുവീകരണം, ഒരു ഭാഗത്ത് ഹിന്ദുത്വ രാഷ്ട്രീയവും മറുഭാഗത്ത് അതിനെതിർക്കുന്ന പ്രധാനപ്പെട്ട ശക്തി ഏതാണോ അതിനനുകൂലമായ രാഷ്ട്രീയവും ഉയർന്നു വരുന്നുണ്ട്. ഞങ്ങൾ ചിലപ്പോൾ പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അങ്ങനെയല്ല. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ദേശീയ രാഷ്ട്രീയം ഇവിടെ ഇല്ല. ബി ജെ പിക്കെതിരാണ് ഇവിടുത്തെ ജനങ്ങൾ. സുരേഷ് ഗോപിയോടുള്ള പ്രതീക്ഷ പോയി. ചോദിച്ചോട്ടെ, ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പാലക്കാട്ടെ പ്രധാന വിഷയം എന്താണ്? ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ബി ജെ പിയിലെ തമ്മിലടിയാണ്. അല്ലല്ല, അവരുടെ പ്രചാരണ വിഷയം എന്താണ്? ഞാൻ പറയാം, ഉദാഹരണമായിട്ട് പറയാം. പാലക്കാട് നഗരത്തിലെ ബി ജെ പിയുടെ ഭരണത്തിനെതിരായ ജനവികാരം ഒരു പ്രശ്നമാണ്. അതിനെ പ്രതിരോധിച്ച് നടക്കുകയാണ് അതുങ്ങൾ. അവര് പ്രതിരോധിക്കുകയല്ല. അനിൽകുമാർ പാലക്കാട് കുറെ ദിവസമായിട്ട് വർക്ക് ചെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനിവിടെ വന്നിറങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം, മുനമ്പം വഖഫ് വിഷയമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ബി ജെ പിയുടെ പ്രധാന പ്രചാരണ വിഷയം. അത് അറിയാതെ അവർ തന്നെ പറയുന്നുണ്ട്, ബി ജെ പി നേതാക്കൾ പോലും പറഞ്ഞു പോകുന്നുണ്ട്. അതെ, യഥാർത്ഥത്തിൽ മുനമ്പം പ്രശ്നം പാലക്കാട്ട് ബി ജെ പി ഉയർത്താൻ ശ്രമിച്ചാലും പാലക്കാട്ടെ ജനങ്ങൾ അതിൽ വിശ്വസിക്കുന്നവരല്ല. ഒന്ന് പ്രധാനപ്പെട്ട കാര്യം മണ്ഡലത്തിൻ്റെ ഘടനയാണ്. പെരിയാരി പഞ്ചായത്തിൽ തന്നെ ബി ജെ പി ഉണ്ട്. 2 വാർഡിൻ്റെ മൂലയ്ക്കൊരു ശകലം ബി ജെ പി. പിന്നെ മാത്തൂർ പഞ്ചായത്തിലും കണ്ണാടി പഞ്ചായത്തിലും എന്ത് ബി ജെ പിയാണ്? പാലക്കാട് നഗരത്തിലുള്ള സ്വാധീനം വെച്ചിട്ട് പാലക്കാട് മണ്ഡലം ജയിക്കാനാവില്ല എന്ന നല്ല ബോധ്യം ഉള്ളത് കൊണ്ട് തന്നെ ഒരു മുനമ്പം പ്രശ്നവും ഇവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല. എവിടെ ഇവർ ഉന്നയിക്കുന്ന പറഞ്ഞത്, ആര് പറയുന്ന പറഞ്ഞത്? മാത്രമല്ല, മുനമ്പം വിഷയത്തിൽ ഒരു തൃപ്തികരമായ പരിഹാരത്തിലേക്ക് കേരളം പോകുന്നുവെന്ന് എല്ലാവരും ഉൾക്കൊള്ളുകയും അതിൻ്റെ സമരത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം ഉയർന്നു നിൽക്കുകയും ചെയ്യുകയാണ്. ഈ മാത്തൂരും പിരായിരിയിലും ഒക്കെ കണ്ണാടിയിലും ഒന്നും ബി ജെ പി ഇല്ല. പക്ഷേ മൊത്തം തെരഞ്ഞെടുപ്പിലെ വോട്ട് നോക്കുമ്പോൾ 50%-ലധികം വോട്ട് നേടുന്ന നിരവധി ബൂത്തുകൾ അവർക്കുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒന്നും പോലും കാണാനില്ല. അല്ലല്ല, ഞങ്ങളെ സംബന്ധിച്ച് കണ്ണാടി പഞ്ചായത്ത് എന്ന് പറയുന്നത് ചരിത്ര ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ കുറവുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും ഗുണം എന്താണ്? ഇവിടെ മത്സരിക്കുന്നതിൽ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസമുള്ള ഒരാൾ അദ്ദേഹമാണ്, ബഹുമാനപ്പെട്ട ഡോക്ടർ പി സലീം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസിൽ നിന്നും ഒരു 10 പേരെങ്കിലും രാജിവെച്ച് പോന്നിട്ടുണ്ട്. കൂട്ടമായ രാജിവെപ്പാണ്. ഇതിൻ്റെ ഭാഗമായി ഷാഫി പിൻഗാമി നിശ്ചയിച്ചാൽ ഷാഫി ആരാണ് പിൻഗാമി നിശ്ചയിക്കാൻ? ഷാഫിക്കെതിരായ വോട്ട് ഇവിടെയുണ്ട്. ഷാഫിക്കെതിരായ വികാരം ഇവിടെയുണ്ട്. ഇവിടെ വികസനം നടന്നിട്ടില്ല. നഗരസഭയുടെ വികസനം ബി ജെ പിയുടെ പ്രശ്നമാണെങ്കിൽ MLA-യുടെ ആൻറ്റി ഇൻകംബൻസി UDF-ന്റെ പ്രശ്നമാണ്. ഒരു 18 മാസക്കാലം വിദ്യാഭ്യാസമുള്ളൊരു ചെറുപ്പക്കാരനെ സ്ഥാനാർത്ഥിയാക്കി അദ്ദേഹത്തെ ജയിപ്പിച്ചാൽ 2000 ഏക്കറിൻ്റെ ഒരു വ്യവസായ ഇടനാഴി ഉണ്ടാകാൻ പോകുന്ന പാലക്കാട്ട് വിഴിഞ്ഞം മാതൃകയിൽ ഒരു വികസന പാക്കേജ് ഉണ്ടാക്കാൻ ഞങ്ങൾക്കൊരവസരം പാലക്കാട്ടെ മനുഷ്യർ തരുമെന്നേ. ഇവിടെ വ്യക്തമായിട്ട് ആഗ്രഹിക്കുന്ന എന്താണ്? ഞാൻ ഇവിടെ പ്രവർത്തിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് സമാധാന ജീവിതം വേണമെന്നാണ്. ഇവിടെ മമ്പറത്ത് കൊലപാതകം ഉണ്ടായി, ഈ പാലക്കാട് നഗരത്തിൽ കൊലപാതകം ഉണ്ടായി. കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുന്നതിൽ ഒരു വിഭാഗം UDF-ന് പിന്തുണയാണ്, കൊലപാതകത്തിന് നേതൃത്വം കൊടുക്കുന്നതിൽ മറ്റേ വിഭാഗം BJP-ക്ക് പിന്തുണയാണ്. ഈ 2 കൂട്ടത്തിലുമില്ലാത്ത സിറാജുന്നസ കൊല്ലപ്പെട്ട പാലക്കാട്ട് സമാധാന ജീവിതം തിരിച്ചു കൊണ്ടുവരാൻ കഷ്ടപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മതനിരപേക്ഷതയ്ക്കാണ് ഇന്ന് ഡോക്ടർ പി സരിലൂടെ ഇവിടെ മേധാവിത്വം. അത് അംഗീകരിക്കപ്പെടും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അഡ്വക്കേറ്റ് PM നിയാസ്, നിങ്ങളെ സംബന്ധിച്ചും ഇങ്ങനെ ഒരു നറേറ്റീവ് എളുപ്പമാണ്. നിങ്ങളുടെ പ്രധാന എതിരാളി LDF ആണെന്ന് പറഞ്ഞാൽ LDF സർക്കാരിനെതിരായോ CPM-നെതിരായോ ഉള്ള നിങ്ങളുടെ പ്രചാരണായുധങ്ങളെ ഫോക്കസ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷെ നിങ്ങളത് അവഗണിച്ച് ഇപ്പോൾ നിലവിൽ വോട്ട് ബേസിൽ 2ാം സ്ഥാനത്തുള്ള BJP തന്നെയാണ് നിങ്ങളുടെ പ്രധാന എതിരാളി എന്ന് നിങ്ങൾ സമ്മതിക്കുന്നു. ഓക്കെ, പക്ഷേ അനിൽകുമാർ പറയുന്നത് അങ്ങനെയല്ല. ഉപതെരഞ്ഞെടുപ്പുകളിൽ BJP-ക്ക് കാര്യമായ റോളില്ല, അവരുടെ വോട്ട് കുറയുകയാണ് ചെയ്യുക, ഞങ്ങളാണ് 2ാം സ്ഥാനത്ത്, ഞങ്ങളാണ് UDF-മായി ഫൈറ്റ് ചെയ്യുന്നത് എന്നാണ് അവർ വാദിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഒരു നറേറ്റീവ് സ്വീകരിച്ചാൽ നിങ്ങൾക്ക് പണി എളുപ്പമല്ലേ? നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ 2ാം പിണറായി സർക്കാരിൻ്റെ കീഴിൽ 3ാമത്തെ തെരഞ്ഞെടുപ്പാണ് ഇവിടെ വരുന്നത്. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് നെഗറ്റീവ് ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോഴും തുറന്ന് പറയാമല്ലോ, ഈ കേരളം ഭരിക്കുന്ന പിണറായി വിജയനെതിരായിട്ടുള്ള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പായതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്. പിണറായി വിജയൻ്റെ നയവൈകല്യങ്ങളും അഴിമതിയും
കെടുകാര്യസ്ഥതയും അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള അധികാരവും അധികപ്രസവവും ഒക്കെ ഞങ്ങളിവിടെ വോട്ടാക്കുകയാണ്. സാധാരണക്കാരൻ്റെ പരീക്ഷ കൊടുക്കാത്തത് ഞങ്ങളിവിടെ പ്രചരണം നടത്തുകയാണ്. സാധാരണക്കാരൻ്റെ നമ്മുടെ വാവിലി സ്റ്റോറിൽ സാധനമില്ലാത്തത് ഞങ്ങളിവിടെ വിഷയമാക്കുകയാണ്. ഇവിടെ വെള്ളക്കരവും വൈദ്യുതിക്കരവും ഞങ്ങൾ വിഷയമാക്കുകയാണ്. ഇവിടെ മകൾക്ക് വേണ്ടി ജോലിയെടുക്കാതെ മാസപ്പടി ഉണ്ടാക്കിയത് ഞങ്ങളിവിടെ വിഷയമാക്കുകയാണ്. അതൊക്കെ കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായുള്ള ഒരു വിധേയത്തായി ഇത് മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രചരണം തന്നെയാണ് ഞങ്ങളുടെ ഭാഗത്തുള്ളത്. അതുതന്നെയാണ് ഞങ്ങൾ ഇതിനു മുമ്പുണ്ടായിരുന്ന തൃക്കാക്കരയിലും പുതുപ്പള്ളിയിൽ ഞങ്ങൾ പറഞ്ഞത്. തൃക്കാക്കരയിൽ 4 ഇരട്ടി വോട്ടായി, തൃക്കാക്കരയിൽ 2 ഇരട്ടി വോട്ടായി, പുതുപ്പള്ളിയിൽ 4 ഇരട്ടി വോട്ടായി. ഇവിടെയും ഞങ്ങൾ പറയുന്നത് ചരിത്ര വിജയത്തിലേക്ക് പോകുന്നതാണ്. എന്താണ് ചരിത്ര വിജയം? പാലക്കാട് ഇതുവരെയും ഉണ്ടാവാത്ത ഒരു ഭൂരിപക്ഷത്തിലേക്ക് ഞങ്ങൾ പോകുന്ന ഇതിന് ചെയ്യും. ഇതിനോട് തൊട്ടടുത്ത് ഞാൻ വീണ്ടും പറയാം, തൊട്ടടുത്ത് രണ്ടാമത്തെ ഒരു തെരഞ്ഞെടുപ്പ് പോളിംഗ് കഴിഞ്ഞല്ലോ. നമ്മുടെ ചേലക്കരയിൽ അദ്ദേഹം മാത്രം കഴിഞ്ഞ 96 മുതൽ CPM മാത്രം ജയിച്ചിരിക്കുന്ന സ്ഥലമാണല്ലോ. അവിടെയും ഞങ്ങൾ ശക്തമായ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തി. അവിടെ ഒന്നും ഉന്നയിക്കാത്ത ഒരു പുതിയ നരേറ്റീവ് ഇവിടെ വരികയാണ്. ഇവിടെ അതെല്ലാം മാറ്റിവെക്കുകയാണ്. ഇവിടെ വ്യാജ വോട്ട് ആരാ പറയുന്നത്? തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ ആരാണ്? CPM നിയമിക്കുന്നത് ആരാണ്? തെരഞ്ഞെടുപ്പിന്റെ കമ്മീഷനെ ഉദ്യോഗസ്ഥരെ കൊടുക്കുന്നത് CPM-ന്റെ ഗവൺമെന്റ്. തൃശ്ശൂർ BJP വ്യാജ വോട്ട് ചേർത്തു എന്ന് നിങ്ങളാണ് ആരോപിച്ചത്. തൃശ്ശൂര് BJP വ്യാജ വോട്ട് ചേർത്തു എന്ന് നിങ്ങളാണ് ആരോപിച്ചത്. അതേ പാലക്കാട്ട് BJP അത് ചെയ്യില്ല. നിങ്ങൾക്ക് അവരെ ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങളിപ്പോഴല്ലോ BJP-യും CPM-ൻ്റെയും പരസ്പര സഹായ സഹകരണ സംഘമാണ് തൃശ്ശൂരിൽ വർക്ക് ചെയ്തത്. അത് തന്നെയാണ് പാലക്കാട് വർക്ക് ചെയ്യുന്നത്. തൃശ്ശൂരിൽ അവർ വർക്ക് ചെയ്തതുപോലെ ഒരു സിനിമാക്കാരനെ BJP വേഷം ധരിപ്പിച്ച് ആ BJP-കാരനായി ലോക്സഭയിലേക്ക് കൊണ്ടുപോകാനുള്ള പിണറായി വിജയൻ്റെയും അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ആ നെക്സസിൻ്റെ പ്രവർത്തനമാണ് അവിടെ നടന്നതെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്നത് ആ BJP-യെ സഹായിക്കാൻ വേണ്ടിയുള്ള അവിടെ പ്രവർത്തനമാണ്. ഇവിടെ എല്ലാ വിഷയങ്ങളെയും അവർ മാറ്റി നിർത്തുകയാണ്. അങ്ങനെ മാറ്റി നിർത്തി BJP-ക്ക് ഒരു പരിവേഷമുണ്ടാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമമാണ്. ഞങ്ങളിവിടെ പറയുന്നു, BJP ഞങ്ങളെ ഇവിടെ 2ാം സ്ഥാനത്തുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് BJP-ക്കെതിരെയുള്ള പ്രചരണമല്ല. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പിണറായി വിജയൻ്റെ പിണറായിസത്തിനെതിരെയുള്ള വിജയമാണ്, തെരഞ്ഞെടുപ്പായി ഞങ്ങൾ കാണുകയാണ്. ആ തെരഞ്ഞെടുപ്പ് പിണറായിസം കേരളത്തിൽ എല്ലാവരാലും ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും വലിയ ദിവ്യയുടെ ഏറ്റവും വലിയ 2ാം സ്ഥാനത്തുള്ള BJP-യേക്കാൾ നിങ്ങളുടെ മുഖ്യ ശത്രു 25% മാത്രം വോട്ടുള്ള CPM സ്ഥാനാർത്ഥിയാവുന്നത് എന്തുകൊണ്ടാണ് നിയാസ്? ഞാൻ ഒരു കാര്യം പറയാം. ഇത് കേരളത്തിൽ നടക്കുന്ന സംസ്ഥാന നിയമസഭയിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് നടക്കുന്ന രാഷ്ട്രീയ എതിരാളികൾ എന്ന് പറയുന്നത് UDF-ഉം LDF-ഉമാണ്. LDF ഭരിക്കുന്നു, UDF പ്രതിപക്ഷത്തിരിക്കുന്നു. അപ്പോൾ സംസ്ഥാന നിയമസഭയിലേക്ക് പോകുന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് സംസ്ഥാന രാഷ്ട്രീയം കൈകാര്യം ചെയ്യേണ്ട ഇടം എന്ന നിലയ്ക്കാണ് ഞങ്ങളത് പറയുന്നത്. ഞങ്ങൾക്കറിയാലോ BJP-ക്കെതിരെ, ഇന്ത്യ രാജ്യത്ത് BJP-ക്കെതിരായി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറുപടി പറഞ്ഞില്ലല്ലോ അനിൽകുമാർ. കേരളത്തിലെ മുഖ്യമന്ത്രി BJP-ക്കെതിരെ ശബ്ദമുയർത്തുന്നു പറയുന്ന മുഖ്യമന്ത്രി ഇന്ന് വരെ പിണറായി വിജയൻ നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞിട്ടില്ല. നടത്തുന്ന പ്രചാരണം എന്താണെന്ന് അറിയാമോ? BJP നിങ്ങൾ 2 കക്ഷികൾക്കും എതിരെ നടത്തുന്ന പ്രചാരണം എന്താണ്? നിങ്ങൾ വാളയാർ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തേക്ക് നിങ്ങൾ ഒറ്റ മുന്നണിയുടെ പാർട്ടിയാണ്, നിങ്ങൾ പരസ്പരം ഒത്തുകളിയാണ്. വഖഫ് വിഷയം ആളിക്കത്തിക്കുകയാണ് പാലക്കാട്. എന്തുകൊണ്ടാണ്? എന്താ പറയുന്നത് അറിയാമോ? കൽപ്പാത്തിയും നൂറണിയും എല്ലാം വഖഫ് ഭൂമിയായി ക്ലെയിം ചെയ്യപ്പെട്ടു എന്ന വ്യാജ പ്രചാരണം ഈ പാലക്കാട്ട് നടത്തുന്നുണ്ട്. അവരുടെ വക്താക്കൾ പോലും അറിയാതെ അത് പറഞ്ഞു പോകുന്നുണ്ട്. നിങ്ങൾക്ക് അപ്പോഴും BJP-യുടെ പ്രചാരണം വിഷയമല്ല, നിങ്ങൾക്ക് CPM ആണ് മുഖ്യ ശത്രു. അങ്ങ് പറഞ്ഞത് പാലക്കാടിൻ്റെ ഒരു ചരിത്രം ഞാൻ പറയാം. അങ്ങ് പറഞ്ഞതിന് മറുപടി പറയുന്നതിന് മുമ്പ് പാലക്കാട് കൽപ്പാത്തി രഥോത്സവം നടന്നിരിക്കുന്ന സമയമാണ്. കൽപ്പാത്തി തെരുവിലൂടെ അവിടെ എല്ലാ വിഭാഗം ആളുകൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം വേണമെന്ന് കോൺഗ്രസിന് നേതൃത്വത്തിൽ നടത്തിയ സമരമാണ്. അത് 100 കൊല്ലം മുമ്പ് 1925 നടന്ന സമരത്തെ തുടർന്ന് അന്നത്തെ മദ്രാസ് പ്രൊവിഷ്യൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് പ്രകാരമാണ് കൽപ്പാത്തി തെരുവിൽ ഇന്ന് നടക്കുന്ന രീതിയിലുള്ള രഥോത്സവം, എല്ലാ വിഭാഗക്കാർക്കും പങ്കെടുക്കാൻ കഴിയുന്ന രഥോത്സവം ഉണ്ടാക്കിയതിന് നേതൃത്വം നൽകിയത് അന്നത്തെ കോൺഗ്രസ് നേതൃത്വമാണ്. അതേ കോൺഗ്രസ് ഒരു കാര്യം ഇവിടെ അങ്ങ് പറഞ്ഞത് നന്നായി. ഇവിടെ ഇപ്പോൾ നടക്കാൻ പോകുന്ന നെറേറ്റീവ് എന്താ? ഞങ്ങൾ 2 ആഴ്ചക്കാലം കേരളത്തിലെ പ്രമുഖമായ UDF, അതിലെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തങ്ങളടക്കം, പിഞ്ഞാലിക്കുട്ടി അടക്കം, UDF-ൻ്റെ നേതാക്കന്മാരടക്കം, കോൺഗ്രസിൻ്റെ KPC പ്രസിഡന്റ് അടക്കം ഞങ്ങൾ പറഞ്ഞല്ലോ, അവിടെ മുനമ്പത്ത് ഒരാളെയും ഒഴിവാക്കരുത്, ഒരാളെയും അവരുടെ കൈവശ ഭൂമിയിൽ നിന്നും ഒഴിവാക്കാൻ പാടില്ല. സർക്കാർ നിയമപരമായി നടപടിയെടുക്കണം, അവരുമായി ചർച്ച ചെയ്യണം.
2 ആഴ്ച ആ ഫയലിന് മുകളിൽ അടയിരിക്കുന്നത് പോലെ കേരളത്തിലെ മുഖ്യമന്ത്രി അടയിരുന്നു. എന്തിനു വേണ്ടിയാ? വർഗീയമായി ഇവിടെ ചേരിതിരിവുണ്ടാക്കണം. BJPക്ക് അനുകൂലമായ ഒരു തരംഗം, ആ തരംഗം പ്രചരണ രംഗത്ത് അവർക്കൊരു വിഷയമാക്കി പാലക്കാട് ഉണ്ടാക്കണമെന്ന CPMൻ്റെ നരേറ്റീവ്, ആ നരേറ്റീവ് അടിസ്ഥാനത്തിലാണ് മുന്നോട്ട് പോയത്. ഇപ്പോൾ നടത്തിയ ചർച്ച എന്താ 2 ആഴ്ച മുമ്പ് നടക്കുന്നതിന് മുമ്പ് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? 3 ആഴ്ച മുമ്പ് നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളുടെ നിലപാട് പരസ്യമായി മുഖ്യമന്ത്രിയെ ഞങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെടുത്തിയല്ലോ. മുഖ്യമന്ത്രി അനങ്ങിയില്ലല്ലോ. ഇപ്പോൾ അനങ്ങുന്നു. ഇപ്പോൾ അനങ്ങുന്നത് ഞങ്ങൾ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുകയും BJPക്ക് അടിക്കാൻ വടി കൊടുക്കുകയും ചെയ്യുന്ന. ഞാൻ ചോദിക്കട്ടെ, വഖഫ് എതിരായി ഒരു നിയമനിർമ്മാണം ഇന്ത്യ രാജ്യത്തുണ്ടാക്കിയപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിലപാടെടുത്തു. പക്ഷേ കേരളത്തിൽ മുനമ്പം കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും എടുത്ത നിലപാട് അവിടെ വഖഫിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പാവപ്പെട്ടവർ കൈവശപ്പിക്കുന്ന ഭൂമികളിൽ നിന്നും കുടിയിറക്കരുത് എന്ന നിലപാടെടുത്തു. ഞങ്ങൾക്ക് 2 സ്ഥലത്തും എടുക്കാനുള്ള നിലപാട് സുതാര്യമായ നിലപാടാണ്. പക്ഷെ അവിടെയെല്ലാം ഒളിച്ചുകളി നടത്തുന്നത് CPMൻ്റെ നേതൃത്വത്തിലുള്ള നിലപാടൊക്കെ എടുത്തു. പക്ഷേ ഈ BJPയുടെ വ്യാജ പ്രചാരണം നിങ്ങൾ എത്രമാത്രം തടയുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ വരാം അങ്ങയിലേക്ക്. ശ്രീ മിഥുൻ വിജയകുമാർ, ഈ കൽപ്പാത്തി നൂറണിയൊക്കെ വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തിരിക്കുകയാണെന്നൊക്കെയാണ് BJPയുടെ പ്രചാരണം ഈ പാലക്കാട് ഓൺ ഗ്രൗണ്ടിൽ നടക്കുന്നത്. ഈ TN ശേഷയെ പോലെ പ്രതിഭാശാലിയായ ഒരു ബ്യൂറോക്രാറ്റിന് ജന്മം നൽകിയ നാടാണിത്. ഇങ്ങനെയുള്ള പ്രചാരണമൊക്കെ വിശ്വസിച്ച് BJPക്ക് കൂടുതൽ വോട്ട് കിട്ടും എന്ന് BJP തന്നെ കരുതുന്നുണ്ടാവും. അപ്പോൾ വഖഫ് ബോർഡിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു ഒരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സ്ഥലത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു പ്രശ്നമല്ല. വഖഫ് ബോർഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു ലാൻഡ് ഓണറായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി സ്വന്തം കയ്യിൽ വെക്കുന്ന ഒരു വലിയൊരു സംവിധാനമാണ് വഖഫ്. രാജ്യത്തെ ഏറ്റവും വലിയ ലാൻഡ് ഓണറാണ് വഖഫ്. വഖഫ് ആക്ട് പ്രകാരം വഖഫിന് നിങ്ങളുടെ ഭൂമി ക്ലെയിം ചെയ്യാനുള്ള അധികാരം ഉണ്ടെങ്കിൽ അവിടെ ആ ഒരു നിങ്ങളുടെ മേലാണ്. ആദ്യം ഇതും പറഞ്ഞു അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. ഇപ്പൊ ലാൻഡ് ഓണർ ആണെന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും അല്ല. ഏറ്റവും വലിയ ലാൻഡ് ഓണേഴ്സ് ഒരു തുണ്ട് ഭൂമി പോലും വഖഫ് ബോർഡ് സ്വന്തമായിട്ട് വെക്കുന്നില്ല. വഖഫ് ബോർഡ് വഖഫ് സ്വത്തുക്കളുടെ റെഗുലേറ്ററി ബോർഡാണ്. വഖഫിന്റെ വഖഫ് സ്വത്തുക്കളുടെ റെഗുലേറ്ററി ബോർഡ് യൂട്ടിലൈസേഷൻ അല്ലല്ല റെഗുലേറ്ററി അതോറിറ്റിയാണ്. ശരി, അതിന്റെ യൂട്ടിലൈസേഷൻ ആരാ തീരുമാനിക്കുന്നത്? അനിൽകുമാറാണോ അല്ലെ ഞാനാണോ നിങ്ങളാണോ? ഇതൊക്കെ തന്നെയാണ് BJP പാലക്കാട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നൂറണിയും കൽപ്പാത്തിയും വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തിട്ടുണ്ട് എന്ന് ഒരു ചാനൽ ചർച്ചയിൽ എന്റെ മുമ്പിൽ ഒരു BJPയുടെ വക്താവ് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ പറയുന്ന അറിയാതെ ചാനൽ ചർച്ചയിൽ പോലും പറഞ്ഞു പോവുകയാണ് BJPക്കാർ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കുന്ന മാത്രം മണ്ടന്മാരാണ് പാലക്കാട് വോട്ടർമാരെന്ന് BJP കരുതുന്നുണ്ടാവുമോ? ഒരു വാക്കുകൂടെ കൂട്ടിച്ചേർക്കാൻ അനുവദിക്കുക. ഒറ്റ വാക്ക് മതി. ഈദ്ഗാ മൈതാന്റെ പ്രശ്നം വന്നിരുന്നു. അതിൽ വഖഫ് ബോർഡ് എന്ത് നിലപാടാണ് എടുത്തത്? വഖഫുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രോപ്പർട്ടീസിൽ ആർക്കാണ് ഓണർഷിപ്പിന്റെ അല്ലെങ്കിൽ അവിടെ ഓണർഷിപ്പിന്റെ തീരുമാനം എടുക്കുന്ന ആരാണ്? അപ്പം രാജ്യത്തെ ഏറ്റവും വലിയ ലാൻഡ് ഓണർ എന്നൊരു പദപ്രയോഗം കൊണ്ട് താങ്കൾക്ക് ഇത്രയും പൊള്ളുന്നുണ്ടെങ്കിൽ അത് ഏത് ഡെമോക്രാറ്റിക് യൂട്ടിലൈസേഷന് വേണ്ടിയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്? തീരുമാനം കോടതിയാണ്. വഖഫ് ട്രിബ്യൂണൽ എന്ന് പറയുന്നത് കോടതിയാണ്. അവിടെ നിന്ന് അപ്പലേറ്റ് അതോറിറ്റി, അവിടെ അപ്പീൽ പോകണമെങ്കിൽ ഹൈക്കോടതിയിൽ പോകാം, സുപ്രീം കോടതിയിൽ പോകാം. അല്ല, തീരുമാനം എടുക്കുന്നത് വഖഫ് ബോർഡല്ല. വഖഫ് ബോർഡ് അത്തരം ഡിസ്പ്യൂട്ടുകളിൽ ഒരു കക്ഷി മാത്രമാണ്. ഡിസ്പ്യൂട്ട് വരുന്ന എന്താണ് സർ താങ്കൾ പറയുന്നത്? ഞാൻ ഓണർഷിപ്പിന്റെ കാര്യം പറയുമ്പോൾ താങ്കൾ ഡിസ്പ്യൂട്ടിന്റെ കാര്യം പറഞ്ഞു. ഞാൻ ഡിസ്പ്യൂട്ടിന്റെ കാര്യം പറയുമ്പോൾ ഓണറായിട്ട് പറയാൻ പറ്റില്ല. പ്ലീസ് മനസ്സിലാക്ക്, ഓണറായിട്ട് ഒരിക്കലും വഖഫ് ബോർഡിനെ പറയാൻ കഴിയില്ല. വഖഫ് ബോർഡ് ഓണർ അല്ല, അത്രേ ഉള്ളൂ. വഖഫ് ബോർഡ് ഒരു ലാൻഡ് ഓണർ അല്ല. അവർക്ക് തുണ്ട് ഭൂമിയില്ല. പ്ലീസ് കുറച്ച് ലോജിക് ഉപയോഗിക്കും. നമ്മളൊരു ചർച്ചയിൽ കുറച്ചൊരു മര്യാദ വേണ്ടേ? ഞാൻ ചോദിക്കുന്നത് ലാൻഡ് യൂട്ടിലൈസേഷന്റെ തീരുമാനം ആരാ എടുക്കുക? വഖഫാണോ അതോ സാധാരണക്കാരാണോ? അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഐ സിറ്റിസൺസ് ആണോ അല്ലെങ്കിൽ ഗവൺമെന്റ് ബോഡീസ് ആണോ അതോ വഖഫാണോ? അതൊന്ന് പറഞ്ഞാൽ എനിക്ക്. ലാൻഡ് യൂട്ടിലൈസേഷൻ വഖഫാണ് എടുക്കുന്നത്. വഖഫിന്റെ റെഗുലേറ്ററി കൺട്രോൾ അപ്പൊ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കൂ അജിംസ, ഇവിടെ ചുമ്മാ വാദിച്ചിട്ട് കാര്യമില്ല. വഖഫിന്റെ കൈക്കുള്ള ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള സ്ഥലം, ദേവസ്വം സ്ഥലം ഒരു സർക്കാർ പറയുന്നത് വികസന ആവശ്യത്തിന് ഏറ്റെടുക്കുകയാണെന്ന് തീരുമാനിച്ചാൽ അവിടെ ഒരു ടേക്ക് ദേവസ്വം ബോർഡിനുണ്ട്. ദേവസ്വം ബോർഡിന്റെ അഭിപ്രായം പറയാം. അതേ അഭിപ്രായമേ വഖഫ് ബോർഡ് പറയുന്നു. അല്ലല്ല, ഒരു ദേവസ്വം ബോർഡിന്റെ സ്ഥലവുമായിട്ട് വഖഫ് ബോർഡിനെ കമ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ദേവസ്വം ബോർഡിന്റെ റെഗുലേറ്ററി ലിമിറ്റ്, ജൂറിസ്ഡിക്ഷണൽ ലിമിറ്റ് എന്താണെന്നുള്ളത് അത് മനസ്സിലാക്കിയിട്ട് വേണം വഖഫ് ബോർഡുമായിട്ട് കമ്പയർ ചെയ്യാൻ. വഖഫ് ബോർഡിന് ക്ലെയിം ഉയർത്താനുള്ള അധികാരമുണ്ട്. അങ്ങനെ ഒരു ക്ലെയിം ഉയർന്നു വന്നു കഴിഞ്ഞാൽ
അതിനെ ഡിഫെൻഡ് ചെയ്യാനുള്ള ഓണേഴ്സ് അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യാനുള്ള ഓണേഴ്സ് കിടക്കുന്ന ആരുടെ പേരിലാണ്? ആ ലാൻഡ് ഓണർ ആയിരിക്കുന്ന ആളുടെ പേരിലാണ്. പിന്നെ അദ്ദേഹം പ്രൂവ് ചെയ്യണം ഇത് വഖഫിന്റെ ഭൂമി അല്ല എന്നത്. ട്രിബ്യൂണലിൽ പോകണം. അവിടെ ഒരു കോർട്ട് പ്രൊസീജിയർ ഇല്ല. വഖഫ് ട്രിബ്യൂണലിന് മാത്രമേ അവിടെ ഒരു സൊല്യൂഷൻ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പൊ വഖഫിന്റെ കൺട്രോളിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ വഖഫിന്റെ ഓണർഷിപ്പ് തന്നെ കിടക്കുന്നു. അതാണോ നിങ്ങൾക്ക് ഇത്ര വലിയ പ്രശ്നം? ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ശ്രീ അത് കോടതിയാണ്. അവിടെ ഇരിക്കുന്ന ഒരു ജില്ലാ ജഡ്ജിയുടെ പദവിയിലുള്ള ഒരാളാണ്. അവിടെ മുസ്ലിംമാരല്ല വിധി പറയുക. അവിടെ വിധി പറയുന്നത് ജഡ്ജിയാണ്, കോടതിയാണ്. ഈ വിധി പറഞ്ഞതിൽ എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ ശതമാനം വിധിയും വരുന്നത് വഖഫിന്റെ ഫേവറിലാണ്. അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഈ വഖഫിന്റെ പ്രശ്നം ബാധിക്കുന്ന ഏതൊരു കമ്മ്യൂണിറ്റിയെ മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാ ജനങ്ങളെയും ബാധിച്ച വിഷയങ്ങളുണ്ട്. ഞാൻ കൊച്ചിയിൽ പേഴ്സണലി പോയി അങ്ങനെ ഫേവർ വരുന്നത് എന്തുകൊണ്ടാണ്? വഖഫിന്റെ ഫേവറിലാണ് വരുന്നത്. വഖഫിന്റെ ഫേവറിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്, അങ്ങനെ ഒരു ട്രിബ്യൂണൽ തീരുമാനിക്കുന്നത്. പിന്നീട് അടുത്ത സ്റ്റേജിൽ ഒരു പക്ഷേ ഒരു കോർട്ട് അപ്പീലൊക്കെ പോകാം. പക്ഷെ വഖഫിന്റെ ട്രിബ്യൂണലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പ്രിലിമിനറി സ്റ്റേജിൽ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പൊ അതുപോലും മനസ്സിലാക്കാതെ താങ്കൾ ഒരു ചർച്ചയിൽ വഖഫിന്റെ കയ്യിൽ ഒന്നുമില്ല, വഖഫ് ഒരു നിഷ്കളങ്കമായ ഒരു അതോറിറ്റിയാണ്. ഈ വഖഫ് എന്ന് പറയുന്ന സംവിധാനം മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഇങ്ങനെയുള്ള സംവിധാനം അനുകൂലമായിട്ടാണ് എല്ലാ ഭൂരിഭാഗം കേസുകളിലും വിധി വന്നിട്ടുള്ളത്. നിങ്ങൾ ഏത് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? ഇനി അത് നിൽക്കട്ടെ. BJP-യുടെ 2014 പ്രകടന പത്രികയിൽ പറഞ്ഞത് എന്താ അറിയാം? Empower Waqf boards in consultation with the religious leaders, taking steps to remove encroachments from and unauthorized occupation of Waqf properties. ഇത് 2014 പറഞ്ഞ BJP ആണ് ഇപ്പോൾ പുതിയ വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവരുന്നത്. ഇത് ഇരട്ടത്താപ്പാണ്. അല്ലല്ല, ഏത് പാർട്ടി പറഞ്ഞാലും ആര് പറഞ്ഞാലും ഞാൻ പറയുന്നത് എൻക്രോച്ച്മെന്റ് നടക്കുന്നുണ്ട്. വഖഫ് പ്രോപ്പർട്ടിയിൽ എൻക്രോച്ച്മെന്റ് നടക്കുന്നുണ്ട്. അത് വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലോക്കൽ പൊളിറ്റീഷ്യൻസുമായി ബന്ധപ്പെട്ടുള്ള ഇഷ്യൂസ് ആണ്. അവിടെയൊക്കെ അവർക്ക്, അതായത് ഈ പറഞ്ഞ പോലെ വഖഫ് ബോർഡിലേക്ക് എന്തെങ്കിലും ഒരു തരത്തിലുള്ള സ്വാധീനം ഉണ്ടെങ്കിൽ എൻക്രോച്ച്മെന്റ് നടത്താം. അതാണ് വഖഫിന്റെ പ്രശ്നം. വഖഫിന്റെ കൺട്രോളിലുള്ള പ്രോപ്പർട്ടി എന്തുകൊണ്ട് വഖഫിന് റെഗുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല? അതൊരു പ്രശ്നമല്ലേ? അപ്പൊ ആരാണ് അത് വിട്ടുകൊടുക്കുന്നത് എൻക്രോച്ച്മെന്റ് വേണ്ടിയിട്ട്? അത് ചോദിക്കൂ, അത് ചോദ്യം ചെയ്യൂ. അതെന്താ ചോദ്യം ചെയ്യാത്തത്? അപ്പൊ ഇവിടെ നൂറണിയും കൽപ്പാത്തിയും വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തു എന്ന വ്യാജ പ്രചാരണം BJP നടത്തുന്നുള്ള എന്റെ ക്വസ്റ്റ്യൻ. നൂറണിയും കൽപ്പാത്തിയും വഖഫ് ബോർഡ് ക്ലെയിം ചെയ്തു. അതിന് തെളിവ് എവിടെ നോക്കുമ്പോൾ അദ്ദേഹത്തിനില്ല. ഇത് BJP പറയുന്ന ജനങ്ങളോട് ഇവിടെ. അവിടെയാണ് താങ്കളോട് പറഞ്ഞത് വഖഫ് എന്ന് പറഞ്ഞ ഇഷ്യൂ ഒരു പുതിയ പ്രശ്നമല്ല. ഈ രാജ്യത്ത് പല പ്രശ്നങ്ങളും ഉണ്ട് വഖഫുമായി ബന്ധപ്പെട്ട്. ഒക്കെ പോട്ടെ, ആം ആദ്മി പാർട്ടിയുടെ നേതാവ് പറഞ്ഞ എന്തായിരുന്നു? അരവിന്ദ് കെജ്രിവാൾ എന്തായിരുന്നു പറഞ്ഞത്? അംബാനിയുടെ വീട് നിൽക്കുന്നത് പോലും വഖഫ് പ്രോപ്പർട്ടിയാണ്. അത് വഖഫിന് ക്ലെയിം ചെയ്യാൻ ഞങ്ങൾ സഹായിച്ചു കൊടുക്കുന്നതാണ് ആം ആദ്മി പാർട്ടി ഉന്നയിച്ച അവരുടെ എന്താ പറയാ ഇലക്ഷൻ പ്രചരണത്തിൽ പറഞ്ഞൊരു കാര്യം. അപ്പം വഖഫുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളൊക്കെ വളരെ ആന്റണി എന്ന് പറയുന്ന അംബാനിയുടെ വീട് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് വഖഫ് പ്രോപ്പർട്ടിയുടെ കയ്യിൽ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ക്ലെയിം ചെയ്താൽ എന്താ പ്രശ്നം? അത് ക്ലെയിം ചെയ്യാൻ പാടില്ല. ദൈവതുല്യനായ അംബാനി അല്ല. തമിഴ്നാട്ടില് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇസ്ലാം എന്ന മതം ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെയുള്ള അമ്പലങ്ങൾ വഖഫിന്റെ പ്രോപ്പർട്ടിയായി കിടക്കുന്നുണ്ട്. അതൊരു വലിയ വിഷയമായിരുന്നു ഒരു 3-4 വർഷം മുമ്പ്. അപ്പൊ അതും വഖഫിന് വിട്ടുകൊടുക്കണം എന്നാണോ താങ്കളുടെ ആർഗ്യുമെന്റ്? അപ്പൊ അത് നിയമപരമായി പരിഹരിക്കണം. അത്തരം വിഷയങ്ങൾ നിയമപരമായി പരിഹരിക്കണം. എന്റെ ചോദ്യം ഇതാണ്. ഈ വഖഫ് എന്ന് പറഞ്ഞ ഒരു സുരേഷ് ഗോപിയുടെ ഭാഷയിലെ കിരാത ജീവി ഈ കുടിയിറക്കിയിട്ടുള്ള മനുഷ്യർ എത്ര പേരാണ് ഇന്ത്യയിൽ? എത്ര പേരെ കുടിയിറക്കി വിട്ടിട്ടുണ്ട് ഈ വഖഫ് ബോർഡ് കാരണം? അതിന്റെ എക്സാക്ട് ശതമാനം കിട്ടണമെങ്കിൽ അജിംസ് പോയിട്ട് ഒരു RTI ഫയൽ ചെയ്യൂ. ആ ഒരു ഞാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് പറയുകയാണ്, ഒരു വലിയ ശതമാനം തന്നെ, അതൊരു ചെറിയ ശതമാനമല്ല. ലക്ഷക്കണക്കിന് ഏക്കർ പ്രോപ്പർട്ടീസ് കൈകാര്യം ചെയ്യുന്ന ഒരു സംവിധാനം, അതിന്റെ ഓണർഷിപ്പ് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കല്ലോ. അപ്പൊ ലക്ഷക്കണക്കിന് മീൻസ് 1.6 മുകളിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഒഫീഷ്യൽ. നമുക്ക് RTI എടുത്തിട്ട് ആ വിഷയത്തിൽ സംസാരിക്കാം. അനിൽകുമാർ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? അനിൽകുമാർ പറയുന്നത് ഈ ചർച്ചയിൽ 1000 തവണ ഞാൻ പറഞ്ഞു, BJP എന്ന് പറയുന്നത് പാലക്കാട് തകരുന്ന പ്രസ്ഥാനമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട K മുരളീധരൻ പറഞ്ഞ വാദത്തെയും തള്ളി VD സതീശനും PM നിയാസും വാദിക്കുന്നത് BJP ശക്തമായി നിൽക്കുകയാണെന്നാണ്. ഒരു കാര്യം മാത്രം ഞാൻ പറയാം. ADGP അജിത് കുമാറിന്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. കൊടകര കുഴൽപ്പണക്കേസിലെ കുറ്റപത്രത്തിന് 1000 പേജുണ്ട്. RSSനും സംഘപരിവാറിനും കീഴ്പ്പെട്ട പോലീസായിരുന്നെങ്കിൽ ഈ 1000 പേരുടെ കുറ്റപത്രത്തിൽ ഇത്രയേറെ വിശദമായ കാര്യം വരില്ലായിരുന്നു. BJP നടത്തിയ കള്ളപ്പണത്തിന്റെ ഇടപാടിന്റെ മുഴുവൻ വിവരങ്ങളും അതിലുണ്ട്. ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്, ബഹുമാനപ്പെട്ട ബെച്ചു കുര്യൻ തോമസ് ചോദിച്ചിരിക്കുന്നത് ED എന്ത് നടപടി എടുത്തുവെന്നാണ്. EDയെ കൊണ്ട് ഞങ്ങൾ ചുമപ്പിക്കും. അത് ചുമപ്പിക്കാനുള്ള കരുത്തുണ്ടായത് ഈ കേരളത്തിലെ പോലീസ് RSS എന്ന ചോദ്യത്തിന് LDFനും UDFനും വ്യത്യസ്ത മറുപടി ഉണ്ടാവുന്നതാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറയുന്നത്. വളരെ നന്ദി ശ്രീ അനിൽകുമാർ, ശ്രീ PM നിയാസ്, മിഥുൻ ഇത്രയും സംസാരിച്ചതിന്.